നമസ്കാരം. മാസപ്പടിയിലെ റിയാസിന്റെ കൈകൾ കൂടി പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി സ്ഥാനം പോയാലും അത് മരുമകന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു പോകാനുള്ള മുഖ്യന്റെ നീക്കങ്ങളാണ് മാസപ്പടിയിലാകെ നടക്കുന്നത്. മാസപ്പടിയിൽ ഏറ്റവും കൂടുതൽ കുറ്റാരോപിതരായിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും. എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഒന്നും അറിയാത്ത കുട്ടിയായി അപ്പുറത്ത് റിയാസ് ഇരിക്കുന്നതിൽ ദുരൂഹതകൾ ഏറുകയാണ്. അത്തരത്തിൽ മാസപ്പടിയിൽ റിയാസിന്റെ അവിശുദ്ധ കൈകൾ കൂടി പുറത്തു വരികയാണ്. റിയാസിന്റെ ലക്ഷ്യങ്ങളും വേറെ തന്നെയാണ്. മാസപ്പടിയിൽ മുഖ്യമന്ത്രി കുറ്റക്കാരൻ എന്ന് തെളിഞ്ഞാൽ സിംഹാസനമായ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അമ്മായിയച്ഛനെ പിന്തുണച്ച് റിയാസ് നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. കരിമണൽ കർത്തായ്ക്ക് റിസോർട്ട് പണിയാൻ മന്ത്രി റിയാസിന്റെ ശുപാർശയാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ച ഭൂമിയിൽ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നടത്തിയതിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തി മാത്യു കുഴൽനാടൻ MLA. ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു. പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി. ഇതിലാണ് മന്ത്രിയുടെ കൈകൾ പുറത്തു വരുന്നത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശ ഉണ്ടാകുന്നത്. ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഇത്രയും നാൾ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന റിയാസിനും മാസപ്പടിയിൽ വലിയ കൈയുണ്ട് എന്ന് ഇതിലൂടെ പുറത്തു വരികയാണ്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ MLA കഴിഞ്ഞ ദിവസം ഹാജരാക്കിയിരുന്നു. 5 രേഖകളാണ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു കുഴൽനാടൻ അറിയിച്ചത്. കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം ലഭിച്ചെന്ന ചോദ്യം കോടതി ആവർത്തിച്ചു. കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് റിയാസിന്റെ പങ്കുകൂടി പുറത്തു വരുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ എടുത്ത നിലപാടിന്റെ തെളിവാണെന്നും മാത്യുവിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ MLAയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, CMRL ഉടമ SN ശശിധരൻ കർത്ത അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. 23 വർഷങ്ങൾക്ക് മുൻപ് 2000 ഒക്ടോബറിൽ കല്ലുവാതുക്കൽ മദ്യദുരന്തമായിരുന്നു കേരളത്തിൽ ഏറെ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ച മാസപ്പടി കേസിലേക്ക് നയിച്ചത്. അന്ന് ഭരണപക്ഷത്തിലിരുന്ന ഇടതുപക്ഷമാണ് പ്രതിക്കൂട്ടിലായത്. ഇന്നും ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് വീണ്ടും ഒരു മാസപ്പടി കേസ് വിവാദമാകുന്നത്. അങ്ങനെ ഇത്തവണ മുഖ്യനും മകളും ഒക്കെ അഴിക്കുള്ളിലാകാനുള്ള സാഹചര്യങ്ങൾ ഏറുകയാണ്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഈ വിവാദത്തിൽ CPM-ഉം കോൺഗ്രസും മാത്രമല്ല മുസ്ലിം ലീഗും BJP-യും CPI-യും ഒക്കെ പങ്കാളികളാണ് എന്നാണ് ആരോപണം. ഇതിനു പുറമെ സർവീസിലിരിക്കുന്നവരും വിരമിച്ചവരുമായ IAS, IPS റാങ്കിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവരൊക്കെ മാസപ്പടി പട്ടികയിൽ ഉണ്ടെന്നാണ് ആക്ഷേപം. അന്ന് മദ്യ കച്ചവടക്കാരനായിരുന്ന മണിച്ചന്റെ ഡയറിയാണ് വിവാദമായതെങ്കിൽ ഇത്തവണ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്ന SN ശശിധരൻ കർത്ത മാനേജിംഗ് ഡയറക്ടറായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് ആണ്. ഏതായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കുമൊപ്പം ഇപ്പോൾ റിയാസിന്റെ അവിശുദ്ധ കൈകൾ കൂടി പുറത്തു വരികയാണ്.